എന്നാണ് എന്റെ ടെൻഷൻ. അങ്ങനെ കൊല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണം. ബോറടിക്കുന്ന കുട്ടികളെ നിങ്ങളുടെ കൂടെ ചേർത്തിരുത്താൻ കഴിയുമ്പോഴാണ് ഈ നാടും നിങ്ങളുടെ വീടും കുടുംബവും ഒക്കെ സുരക്ഷിതമാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താ നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയുണ്ട്, പറഞ്ഞാലൊക്കെ കേൾക്കുവോ? ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത്? രാവിലെ എഴുന്നേൽക്കൂ എന്ന് പറയുന്നത് 6 മണിക്ക് തന്നെ ആയിട്ടുള്ള എഴുന്നേൽക്കുന്നുണ്ടാ? നിങ്ങൾ മിണ്ടൊന്നുമില്ല. രാത്രി കിടന്നുറങ്ങും എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന സമയത്ത് ഉറങ്ങുന്നുണ്ടായിട്ടുള്ളു. മുടിയൊക്കെ വിചാരിച്ചെടുത്ത് തന്നെയാണോ ഉടുക്കുന്നത്? ട്രൗസർ ഉടുക്കേണ്ട അടുത്ത് തന്നെയാണോ ഉടുക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ പ്രശ്നം നിങ്ങളാടി ഉണ്ട് എന്നർത്ഥം. അങ്ങനെ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കാത്ത, നമ്മൾ പറയുന്നതൊന്നും കേൾക്കാത്ത, പുതിയ ബോറടിക്കുന്ന ഒറ്റ അവരുടെ ചങ്കുകളോടൊപ്പം നടക്കുന്ന മക്കളാണ് നിങ്ങളെ മക്കളെങ്കിൽ നിങ്ങൾ ഐറ്റികളെ കുറിച്ചൊന്നും ആലോചിക്കുക വേണ്ട. പിന്നെ എങ്ങനെയാണ് നമ്മൾ അമ്മ എന്നും നമ്മൾ അച്ഛനെന്നും വിളിക്കുന്നത്? അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ചേർന്ന് നടക്കാൻ കഴിയാത്ത കുട്ടികളാണ് നമ്മൾ കാണുന്ന ഏറ്റവും ഭീകരന്മാരായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? മക്കൾ സ്നേഹജ്വാലയിലെ പ്രവർത്തകർ ഇനി മുതൽ ഏടെ നടക്കുമ്പോൾ കുട്ടികളും കൂടി അങ്ങ് കൂട്ടിക്കൊള്ളു. ഇനി നിങ്ങളെ മക്കൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാ? രാവിലെ വിളിക്കുമ്പോൾ എഴുന്നേൽക്കണമെന്നും, വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും, വീട്ടിലൊരു അമ്മയ്ക്ക് തളരുമ്പോൾ ഒരു ഗ്ലാസ് ചായ കൊണ്ടുത്തരണമെന്നും നിങ്ങളെ മക്കള് കൊണ്ടുത്തരുന്നതൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? വെരി ഗുഡ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ടിപ്പ് പറയാനുണ്ട് നിങ്ങളോട്. അങ്ങനെ ആവണമെങ്കിൽ നിങ്ങൾ ഒരു പോലീസുകാരനാവണം. നിങ്ങളെ മനസ്സൊരു പോലീസുകാരന്റെ മനസ്സാവണം. അമ്മമാരൊക്കെ പോലീസിന്റെ മനസ്സുള്ള അമ്മയാവണം. കുട്ടികൾ പോലീസിന്റെ മനസ്സുള്ള കുട്ടികളാവണം. അപ്പൊ പോലീസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് എന്താ അറിയോ, ഒരു പുളിച്ച ചിരിയാണ്. പോലീസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ മുഖമൊക്കെ കരുവാളിച്ചുപോയി, പ്ലിങ്ങിപ്പോയി. കാരണം എന്താണ്? പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ആ വളവിൽ നിന്ന് ഹെൽമറ്റ് പിടിക്കുന്ന ജന്തു, വേട്ടക്കാരൻ. അങ്ങനെയാണ് പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന സംഗതി അല്ലേ? പക്ഷെ ഞാനും പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ പോലീസിൽ വന്നതിന് ശേഷമാണ് പോലീസ് ശരിക്കും ഒരു വേട്ടക്കാരനല്ല എന്നും, പോലീസ് ശരിക്കും നിങ്ങൾ പറയുന്ന പോലെ മനുഷ്യനേ അല്ല പോലീസുകാരൻ. പിന്നെ ആരാണ് പോലീസുകാരൻ? പോലീസുകാരൻ പടച്ചോനാണ്. പോലീസുകാരൻ പടച്ചോനാണ്. നിങ്ങളും പടച്ചോനാവണം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ തോന്നിയില്ല? എനിക്ക് എന്തോ ഒരു ചെറിയ നൊസ്റ്റുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് പോലീസിന്റെ മനസ്സാവണം എന്ന് പറഞ്ഞറിയോ? ഞാൻ ഒറ്റ